മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. The book of Isaiah chapter 41 verse 10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ജീവജാലങ്ങളുടെ വംശം നിലനിൽക്കുവാൻ ഒരുതരം ഭയം ആവശ്യമാണ്. ഭയമുള്ളതിനാൽ പല അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. മരണഭയമാണ് പല ജീവികളുടെയും വംശത്തെ നിലനിർത്തുന്നത്. എപ്പോഴും ഒരാൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടുകയാണെങ്കിൽ അയാൾ രോഗിയായി തീർന്ന് അകാലത്തിൽ മരിക്കുവാനിടയാകും. മനുഷ്യനെ ബാധിക്കുന്ന ഭയത്തെ ഭൗതിക ഗുണപ്രധാനമെന്നും ആത്മീയ ഗുണത്തോടു കൂടിയതെന്നും രണ്ടായി തിരിക്കാം. കാഴ്ച ബംഗ്ലാവിലെ ഒരു സിംഹം വെളിയിൽ ചാടി നമ്മുടെ വീടിനടുത്ത് നിൽക്കുന്നു എന്ന് കേട്ടാൽ ഉണ്ടാകുന്ന ഭയം ആദ്യത്തെ വകുപ്പിൽപ്പെടും. നാം താമസിക്കുന്ന വീട്ടിൽ ഭൂതബാധയുണ്ടെന്നറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭയം രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടും. ഇതിൽ രണ്ടാമത്തേത് മനുഷ്യന് മാത്രമുണ്ടാകുന്ന ഭയമാണ്. അതധികം രൂക്ഷമാണ്. ആദ്യത്തേതിന് ഭയമെന്നും രണ്ടാമത്തേതിന് ഭീതിയെന്നും നാമകരണം ചെയ്യാം. മനുഷ്യൻ ആത്മീയ ജീവിയായതിനാലാണ് ആത്മീയ സ്വഭാവത്തിലുള്ള ഭീതി അവനെ അലട്ടുന്നത്. ഭാവിയിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള ആപത്തുകളെപ്പറ്റി ഓർക്കുന്നത് ഭീതി ജനിപ്പിക്കും. മറ്റുള്ളവരിലുണ്ടാകുന്ന വഞ്ചനയും വിദ്വേഷവും ഭീതി ഉളവാക്കും. നാം ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ടാകുമെന്ന് ഓർക്കുന്നതും ഭയഹേതുവാണ്. എങ്ങനെ ഭീതി ഇല്ലാതാക്കാം? ഞാൻ ഏകനല്ല. എൻ്റെ എല്ലാ അനുഭവങ്ങളിലും പങ്കുചേരാൻ ഒരാളുണ്ട് എന്ന ബോധ്യം അത് നമ്മുടെ ഭീതി ഇല്ലാതാക്കും. കൂടെയുള്ളയാൾ ശക്തനാണെങ്കിൽ ഭീതി ഇല്ലാതാകുക മാത്രമല്ല, ധീരത തമ്മിലുണ്ടാകും. ഈശോ ജീവിക്കുന്നെന്നും എപ്പോഴും താൻ നമ്മോടുകൂടി ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ഭീതി ഇല്ലാതാകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്ന് യെശയ്യായോട് പറഞ്ഞ ദൈവം ഇപ്പോഴും ഈശോയിലൂടെ നമ്മുടെ അരികിലുണ്ട്. അതിനാൽ ഭയപ്പെടുകയോ ഭീതിപ്പെടുകയോ വേണ്ട. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ അസ്വസ്ഥതകളെല്ലാം ഇല്ലാതാക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും ഞങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.